നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാൻഡോസിൻ്റെ 10ാം നമ്പർ തിരികെ വരുന്നു. യെസ്, അക്കാര്യം ഒഫീഷ്യലായിട്ട് തീരുമാനമായിരിക്കുകയാണ്. ഇന്നലെ ബ്രസീലിയറോ സീരി ബിയിലെ മത്സരം കോർട്ടിബയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് സാൻഡോസ് പരാജയപ്പെടുത്തുമ്പോൾ വെൻഡലും റൊമൗലോ ഒട്ടേറയുമാണ് അവർക്കായിട്ട് ഗോളടിച്ചത്. അതോടുകൂടി ബ്രസീലിയറോ സീരി ബിയിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യപ്പെടും. അടുത്ത സീസണിൽ സാൻഡോസ് ബ്രസീലിയറോ സീരി എയിൽ തന്നെ കളിക്കും. നോക്കുക, ഇനി 2 റൗണ്ട് മത്സരങ്ങൾ കൂടി സീരി ബിയിൽ ബാക്കിയുണ്ട്. ഇപ്പോൾ 36 മത്സരങ്ങളിൽ നിന്ന് 20 വിജയവും 8 സമനിലകളും 8 തോൽവിയുമായിട്ട് 68 പോയിൻറ്റോടെ സാൻഡോസ് 1ാം സ്ഥാനത്താണ്. എന്തായാലും അവർ പ്രൊമോട്ട് ചെയ്യപ്പെടും. ഒഫീഷ്യലി അവർ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. അതിനുള്ള കണക്കുകൾ, അതിനുള്ള പോയിൻറ്റുകൾ അവർ സ്വന്തമാക്കി. നിങ്ങൾക്കറിയാവുന്ന പോലെ 4 ടീമുകൾ പ്രൊമോട്ട് ചെയ്യപ്പെടും. അതിൽ രണ്ടാമതുള്ള ടീമിനും മൂന്നാമതുള്ള ടീമിനും ഇപ്പോൾ 63 പോയിൻ്റാണുള്ളത്. 4ാമതുള്ള ടീമിന് 60 പോയിൻ്റാണ്. സോ സാൻഡോസിൻ്റെ കാര്യം ഭദ്രമാണ്, അവർ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു എന്നർത്ഥം. ഇതിൻ്റെ ഫലം എന്താ? ഇതിൻ്റെ ഫലമാണ് 10ാം നമ്പർ ജേഴ്സി തിരികെ എത്തുന്നു എന്നുള്ളത്. സാൻഡോസ് 10ാം നമ്പർ ജേഴ്സി ഇല്ലാതെയാണ് സീരി ബി കളിച്ചത്. അതിനൊരു കാരണമുണ്ട്. സാൻഡോസിൻ്റെ 10ാം നമ്പർ എന്ന് പറഞ്ഞാൽ അത് ആരണിഞ്ഞ 10ാം നമ്പറാണ്. സാക്ഷാൽ പെലെ ധരിച്ച 10ാം നമ്പറാണ്. ആ 10ാം നമ്പർ ജേഴ്സിയോട് ഡിസ്റെസ്പെക്റ്റ് കാണിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് അവർ സീരി ബിയിലൊന്നും 10ാം നമ്പർ ഉപയോഗിക്കില്ല എന്ന തീരുമാനമെടുത്തത്. സീരി എയിൽ സാൻഡോസ് കളിക്കുമ്പോൾ മാത്രമേ 10ാം നമ്പർ ജേഴ്സി അവർ അണിയുകയുള്ളൂ. അതുകൊണ്ട് ഇതാ സീരി എയിലേക്ക് മടങ്ങിയെത്തി. 10ാം നമ്പർ ജേഴ്സിയും ഇനി സാൻഡോസിൻ്റെ നിരയിൽ കാണും. ആ 10ാം നമ്പറിന് അവകാശിയായിട്ട് അവൻ വരുമോ? അതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ടത്. അവൻ വരുമോ? യെസ്, നെയ്മർ ജൂനിയർ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ട്രാൻസ്ഫറായിട്ട് സാൻഡോസിലേക്ക് എത്തുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ 10ാം നമ്പർ അവിടെ റെഡിയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.